ഹലോ, ഹാവ് എ ഗ്രേറ്റ് ഡേ ഫ്രം മിസ് വീനസ് ആൻഡ് മിസ്റ്റർ ഹാരി. ഹാരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബൗളിൽ കാണുന്ന ഒരു ഫൈറ്ററാണ്. വീനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ മണി പ്ലാന്റ് നമുക്ക് ഗേളാക്കി എടുക്കാം. അപ്പം ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലാണ്. നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാമല്ലോ വീനസും ഹാരിയൊക്കെ ആരാണെന്ന്. അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് എന്തായിരുന്നു? ചോളത്തിൻ്റെ പുട്ടും, അതേപോലെ തന്നെ നമ്മുടെ മുട്ടയും, അതേപോലെ തന്നെ വെജിറ്റബിൾ കറിയും, അതേപോലെ തന്നെ ചെറുപയർ കറിയുമാണ് കേട്ടോ. ഞാൻ കഴിക്കുന്നുണ്ടെങ്കിലും ഞാൻ കുറച്ചും കൂടെ എന്താ പറയണത്, നമുക്ക് പ്രോട്ടീനും വൈറ്റമിൻസും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിലോട്ട് ഞാനിപ്പോൾ കുറച്ചൊക്കെ ഞാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ബിക്കോസ് ചോളത്തിൻ്റെ പുട്ടിൽ നമ്മുടെ നോർമൽ അരിപ്പുട്ടിനെക്കാട്ടിലും ഗോതമ്പ് പുട്ടിനെക്കാട്ടിലും കാലറി കുറവാണ്. പക്ഷേ ഹൈലി എന്താ പറയണത്, ന്യൂട്രീഷണൽ ലെവൽ അതിൻ്റെ കൂടുതലാണ് മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലി 5 days മന്ത്ലി പീരീഡ്സിൻ്റെ ദിവസമാണ്. അതുകൊണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യവും നല്ല ഇറിറ്റേഷനും അതിലധികം സങ്കടവും. വെറുതെ ഇരുന്ന് ഞാൻ കരയും. പക്ഷേ കരയണം കേട്ടോ. നമുക്ക് കരയാൻ തോന്നുമ്പോൾ നമ്മളങ്ങോട്ട് കരഞ്ഞേക്കുക, ചിരിക്കാൻ തോന്നുമ്പോൾ അങ്ങോട്ട് ചിരിച്ചേക്കുക, ഒന്നും ആലോചിക്കേണ്ട കേട്ടോ. അപ്പം കരയുന്നത് വേറൊന്നുമല്ല. കരയുന്നത് എന്താണ്? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പം ഞാനിങ്ങനെ മാക്സിമം ഞാൻ സംസാരിക്കില്ല. പുള്ളിക്കും അറിയാം സംസാരിക്കാണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ്. പക്ഷേ ഫോൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പുള്ളി വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും കേട്ടോ, എനിക്കിങ്ങനെ ഇതാണെന്ന് പറയുമ്പം ആൾ മനസ്സിലായിക്കോളും. ആദ്യ കാലങ്ങളിലൊന്നും മനസ്സിലാക്കത്തില്ലായിരുന്നു. എനിക്ക് പ്രാന്താണെന്ന് പറയുമായിരുന്നു. അത്രയും പ്രാന്ത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോഴിങ്ങനെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയൊക്കെ ഒത്തിരി എന്താ പറയുക, അതിലൊത്തിരി അപ്ഡേഷൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ആണുങ്ങൾക്കും അറിയാൻ പറ്റും ഇല്ലേ നമ്മളുടെ ഇഷ്യൂസും കാര്യങ്ങളും എന്താണ്, ഹോർമോണൽ ചേഞ്ചസും. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര ഹോർമോണൽ ചേഞ്ചസിലൂടെയാണ് പോകുന്നത്. അതായത് പ്യൂബർട്ടി ആകുമ്പം ഒരു ചേഞ്ച്, അതിനുശേഷം നമ്മൾ പ്രഗ്നൻസി ആ ടൈമിൽ ഒരു ചേഞ്ച്, പിന്നെ എന്താ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ വേറൊരു ചേഞ്ച്, അതിനുശേഷം മെനോപോസ് എത്തുമ്പോൾ വേറെ ചേഞ്ച്. എത്ര സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും അത് നമ്മൾ ശരിക്കും മോർ പവർഫുള്ളാണ് പറഞ്ഞു വരുവാണെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് അത്ര ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബോഡിക്കും ക്ഷീണം വരും, അതിൻ്റെ ഒപ്പം നമ്മുടെ മനസ്സിന് ക്ഷീണം വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒപ്പമുള്ളവർ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ കുറച്ച് ദേഷ്യം കാണിക്കുമ്പോഴേക്കും ചാടുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫീലിങ്സ് അവർക്ക് എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടൊന്നും കാണിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഫീലിങ്സ് നമ്മൾ അതുപോലെ തന്നെ കാണിക്കുക നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ സെൽഫായിട്ട് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യും. പക്ഷെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നമുക്കത് കാണിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവരെ വേണ്ടപ്പെട്ടവരെന്ന് വിളിക്കുന്നത്? അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ പറയാം എന്താണെന്നുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ട് അപ്പം ഇന്ന് ഞാൻ കിടന്നായിരുന്നു കേട്ടോ. ഞാൻ കിടന്നുറങ്ങിപ്പോയായിരുന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് ക്ഷീണം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം എണീറ്റ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇവയുടെ യൂണിഫോം അയൺ ചെയ്തിട്ടു. അതിനുശേഷം നോക്കിക്കേ, വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് വാങ്ങിച്ചപ്പം സൗകര്യം കൂടിക്കഴിഞ്ഞപ്പം ചേച്ചിക്ക് പണിയെടുക്കാൻ വയ്യെന്നുള്ള രീതിയായിട്ടോ. കാരണം അലക്കലാണ് കേട്ടോ. തിരുമ്മി വീടങ്ങോട്ട് വെളുപ്പിക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി. ഒരു ദിവസം പുറത്തു പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ നല്ല ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് വെയിലൊളിച്ചെടുത്ത് വെക്കാറുള്ളൂ, അങ്ങനെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ അലക്കി. പക്ഷെ എന്താ പറ്റുന്നത്, ഈ അലക്കുന്നത് മടക്കാൻ വേണ്ട ഒരാൾ. അതിനും കൂടി റോബോനെ ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ലോട്ടറി അടിക്കുവാണെങ്കിൽ വാങ്ങാമായിരുന്നു. അപ്പം അതുകൊണ്ടിട്ട് അലക്കിയതൊക്കെ ഞാനിങ്ങനെ കൂട്ടിയിടലാണ് എൻ്റെ ജോലി. കണ്ടു, ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് അലക്കി തിമിർക്കുവാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിപ്പോൾ ഇനി മടക്കി വെക്കാൻ ഒരാൾ എനിക്ക് വേണം. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ സെമി ആവുമ്പം നമ്മൾ ഇടയ്ക്ക് അലക്കാനൊക്കെ മടിയാവും. സത്യം പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും തിരിച്ചിടണം, അടുത്ത മോഡിടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോഡിലോട്ട് കയറി ചെല്ലണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിലാകെ 3 ദിവസമൊക്കെ ഞാൻ അലക്കത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. എല്ലാ ദിവസവും എനിക്ക് അലക്കാനുണ്ടാവും. അലക്കാനില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും 1, 3, 4 ആണെങ്കിൽ പോലും അലക്കും. പിന്നെ സോളാർ ഉള്ളതുകൊണ്ട് കറണ്ട് ബില്ലും ആവത്തില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി, ഇങ്ങനെ കൂട്ടി ഇടുവാണ് കേട്ടോ അലക്കണത്. അതുകൊണ്ടിട്ട് എനിക്ക് പണി കിട്ടി. അപ്പം ഞാൻ കരുതി അതൊന്ന് തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാമെന്ന് കരുതി. അതാണ് പണ്ടുള്ളവർ പറയണത്, സൗകര്യം കൂടുമ്പം എന്ത് പറ്റും, മടി കൂടും എന്നുള്ളത് കേട്ടോ.
പിന്നെ അതിന് ശേഷം ഞാനപ്പം നാളെ നമ്മളുടെ ഇവയ്ക്കുള്ള കറി തയ്യാറാക്കി വെക്കണം. കാരണം എൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ പോക്ക് കണ്ടിട്ട് ബ്ലോട്ടിങ്ങും എല്ലാനും ഉണ്ട്. വയറൊക്കെ ഒരുമാതിരി അസ്വസ്ഥത, വയറിങ്ങനെ ബും എന്ന് പറഞ്ഞിരിക്കുന്നു, വീർത്തിരിക്കുന്നു. അപ്പം ഞാൻ കരുതി നാളെ രാവിലെ ില്ലെങ്കിലോ, അതായത് ലേറ്റ് ആയാലോ, എനിക്കതിരിക്കാൻ പറ്റില്ല, ഈശ്വര, ലേറ്റ് ആയാലോ. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കി വെക്കാൻ നേരം വേറെ ഒന്നുമില്ല, അച്ചിങ്ങ മെഴുക്ക് വരട്ടാന്ന് കരുതി. പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അതിൻ്റെ ഇന്ന് അച്ചിങ്ങ മെഴുക്ക് വരട്ടി വെക്കുന്നില്ല, അച്ചിങ്ങ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളിയും ചുവന്നുള്ളിയും വെള്ളുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം. അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. രാത്രിയാണെങ്കിൽ ഞാൻ തക്കാളി റൈസാണ്, അതിനുള്ള റൈസാണ് ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു പിള്ളേർ. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് പോകുന്നത് കേട്ടോ ഇങ്ങനത്തെ ഉള്ള ദിവസങ്ങളിലൊക്കെ. അയ്യോ, അച്ചിങ്ങ ആയിരുന്നില്ല കേട്ടോ, സോറി ഗൈസ്, വെണ്ടയ്ക്കയായിരുന്നു, വെണ്ടയ്ക്ക. അത് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊച്ചിന്. പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഞാൻ എത്ര വന്നാലും നോൺ വെജ് ക്ലാസ് വിട്ട് വരുമ്പോഴേ കൊടുക്കത്തുള്ളൂ. ക്ലാസ്സിൽ അങ്ങനെ കൊണ്ടുപോകൽ കുറവാണ്. പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് ആണെങ്കിൽ കൊടുത്തു വിടും, അല്ലാണ്ട് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകൽ കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് കൊടുത്തു വിട്ടാൽ അത് ചിലപ്പം ചീത്തയായി പോകാനും ചാൻസ് ഉണ്ട്. വീട്ടിൽ വരുമ്പോൾ നമുക്ക് ചൂടാക്കി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുമ്പം നമുക്ക് എളുപ്പമാണ്, നമുക്ക് കൂടുതൽ പിന്നെ പണികളില്ല, ടെൻഷൻ ഇല്ല. മടിച്ചുകൾക്കുള്ള പരിപാടിയാണ് കേട്ടോ. അല്ലാണ്ട് നേരത്തും കാലത്തൊക്കെ എണീറ്റ് ഒരു 5 മണിക്കൊക്കെ എണീക്കുന്നവർക്ക് ഇത് ഓക്കെയാണ്. ഞാൻ 5:30-ക്കൊക്കെ ഇപ്പോൾ എണീക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇമ്പ്രൂവ്ഡ് ആയി. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, എനിക്ക് ഇന്നത്തെ ആ ദിവസം ഒരു പീരീഡ്സിൻ്റെ ദിവസങ്ങളിലൊക്കെ നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ എത്ര വന്നാലും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ വേറെ പണിയൊന്നുമില്ല. തക്കാളി റൈസ് പിന്നെ അവർക്ക് കൊടുത്താൽ പിന്നെ അവരെ കിടക്കാൻ പറയണം. അതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സംഭവം ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ ആകുമ്പോഴേക്കും സംഭവം റെഡി. അപ്പം ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ കാര്യം ഇനിയിപ്പം അങ്ങോട്ട് പറയാം. വേറെ ഒന്നല്ല കേട്ടോ, എനിക്കൊരു മെസ്സേജ്, പേഴ്സണൽ മെസ്സേജായിട്ട് എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇത്ര എന്താ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അതും കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, കല്യാണം കഴിഞ്ഞ് ചേച്ചിക്ക് ഇത്ര പ്രായമായി, എന്നിട്ടും എങ്ങനെ ഇത്ര കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈസി ആയിട്ടും ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര കെമിസ്ട്രി എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, അതായത് പുള്ളിക്കാരത്തി ആണെന്നുണ്ടെങ്കിൽ കുട്ടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ അവർ തമ്മിൽ സംസാരിക്കുമ്പം പലതും ഒത്തു പോകുന്നില്ല, ഒട്ടും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ കാണാറുണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ ആരും അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ ചേച്ചി, എന്തെങ്കിലും ടിപ്പ് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അതാണ് എനിക്ക് എനിക്ക് ലൈഫേ വേണ്ടെന്ന് തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ്. ഞാൻ പേരും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയുന്നില്ല, അത് പറയാൻ പറ്റില്ല, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല. അപ്പോൾ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനത് മറുപടി പറയാം, കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ട് ടൈപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു, കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. അത് മോളെ വേറൊന്നും അല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരുമില്ല, എല്ലാവരും പറയുന്ന പോലെ എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ 24 hours അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ എടുക്കുന്ന ഒരു എന്താ പറയുന്നത് 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ അവിടെ കരച്ചിലായിട്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും ഇതൊരു എൻ്റർടൈനിങ് പ്ലാറ്റ്ഫോമാണ് ഇല്ലേ. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഒരു ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആ ഒരു രീതിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കാണിക്കുന്നു. അപ്പോൾ അതിൽ കുറേ കരച്ചിലും വീഴ്ചയിലും ആയിട്ട് ഞാൻ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളുടെ ഇടയിലും വഴക്കുകൾ ഉണ്ടാവാറുണ്ട്, തീവ്രമായിട്ടുള്ള വഴക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വഴക്കിട്ട് അവരവരുടെ വീടുകളിൽ പോയി നിന്നിട്ടുണ്ട്. ഇതൊക്കെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞ് കല്യാണം കഴിച്ചവരാണെങ്കിലും നമ്മൾ ഒരാളായിട്ട് ഒരുമിച്ച് ജീവിച്ചു വരുമ്പോഴാണ് എൻ്റെ ഒരുപാട് കുറവുകളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കുറവുകളും മനസ്സിലാവുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത് വേണ്ട, ഇങ്ങേര് വേണ്ട, അല്ലെങ്കിൽ ഇവളെനിക്ക് വേണ്ട, ഇവളെനിക്ക് പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് മാറി കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമുക്ക് ഈ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ വിചാരിച്ചോ, നമ്മുടെ അസ്ഥിക്ക് കയറിയിട്ട് അയാൾ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാവും, സ്നേഹമുള്ള എല്ലായിടത്തും വഴക്കുണ്ടാവും. ചിലപ്പോൾ അയാൾ പറയണത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം, ചിലപ്പോൾ അത് പലരുടെയും സ്നേഹം എക്സ്പ്രസ് ചെയ്യണ രീതി സെയിം ആയിട്ടെന്ന് വരത്തില്ല. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ചിലപ്പോൾ
നമ്മൾ പറയണത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം മാറ്റേണ്ടതുണ്ടാവാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറ്റേണ്ടതുണ്ടാവും. അത് ചിലപ്പം കല്യാണം കഴിഞ്ഞിട്ട് അത് പതിയെ മാറും, അത് മാറണം, അതാണ് അതിൻ്റെ ഒരു രീതി. അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താ പറയണം, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു റിലേഷൻ ഇപ്പം ഞാനത് ന്യൂജൻ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബന്ധം ഉപേക്ഷിച്ച് കളയാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഒരുപാട് ചോയ്സും ഉണ്ട്. ഇപ്പം ജോബും കാര്യങ്ങളും, നമുക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ നമ്മൾ ഹെൽത്തി ആണെങ്കിലൊക്കെ നല്ല നല്ല റിലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ തേടി വരും. മേ ബി പക്ഷേ ആ ഫസ്റ്റ് റിലേഷനിൽ എടുത്ത പെയിനേക്കാളും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചിലപ്പോൾ സെക്കൻഡ് റിലേഷനിൽ എടുക്കേണ്ടത് വരും. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ സൊസൈറ്റി അത് നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ട, നമ്മളത് ഇഗ്നോർ ചെയ്യാമെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട്, നമ്മളുടെ ഒരു ഇതനുസരിച്ച് നമ്മളത് ശ്രദ്ധിക്കേണ്ട ചിലപ്പോൾ സാഹചര്യങ്ങൾ വരുവാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ രണ്ടാമത്തെ ഒരു വ്യക്തിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ആദ്യത്തെ വ്യക്തിക്ക് എടുത്ത പെയിനേക്കാളും കൂടുതൽ അയാൾക്ക് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കൊടുക്കണം. എന്തൊക്കെ റിസ്ക്കാണ് ഇല്ലേ? അപ്പം നമ്മുടെ ആദ്യത്തെ തന്നെ കിട്ടിയ ആൾ തന്നെ നല്ലൊരു ആൾ എന്നുള്ള രീതിയിൽ കരുതുക. നമ്മൾ മാക്സിമം ഒരാൾ സ്നേഹം കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല. ഒരുപാട് നമ്മൾ ആ വ്യക്തിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുക, എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുക. അല്ലാതെ ഇപ്പോൾ മോള് പറഞ്ഞു എന്നോട് പറഞ്ഞു എങ്ങനെ പറ്റുന്നു, ഇങ്ങനെ ചിരിച്ചിരിക്കാൻ എങ്ങനെ പറ്റുന്നു എന്ന്. എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രണ്ട് വഴിക്ക് പോകും തോന്നാറുണ്ട്. പക്ഷെ പിന്നീട് നമുക്കതൊരു എന്താ പറയണത്, സംസാരിച്ച് അല്ലെങ്കിൽ ചിരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മോട് തീർക്കാനുള്ള ഒരു സമയമില്ല. കാരണം അടുത്ത റെസ്പോൺസിബിലിറ്റി നമ്മളുടെ രണ്ടുപേരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുവാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആ വഴക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് അവിടെ മുഖം വീർപ്പിച്ചിരിക്കാൻ പറ്റില്ല. രണ്ടുപേരും നമുക്ക് എന്താ പറയണത്, ഇനീഷ്യേറ്റ് ചെയ്താലേ നെക്സ്റ്റ് സ്റ്റെപ്പ് ലൈഫിലോട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. ഇപ്പം മോൾക്ക് കുട്ടിയുണ്ടോ ഇല്ലയോ എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. കുട്ടിയുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് മാറുമെടാ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് നമ്മൾ ഒരുപാട് എന്താ പറയണത്, എഫോർട്ട് എടുക്കുക. ഒരു റിലേഷനിൽ രണ്ട് ആളുകളും എഫോർട്ട് എടുക്കുക. എഫോർട്ട് എടുത്താൽ മാറാത്തായിട്ട് ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പം എന്നോട് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ടിട്ടോ ഒന്നുമല്ല. തേർഡ് പേഴ്സൺ നമ്മളത് പറയാതിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മ ആണെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ഒന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റാവുന്നതാണെങ്കിൽ സംസാരിച്ച് തീർക്കുക. കാരണം തേർഡ് പേഴ്സണോട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ മേ ബി അവരുടെ മനസ്സിലുണ്ടാവും നമ്മൾ ആ വ്യക്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രശംസിക്കുമല്ലോ നമ്മുടെ ആ വ്യക്തികളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ നമ്മൾ വഴക്കിട്ട് കഴിയുമ്പം ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നു നമ്മളുടെ ഇടയിലുള്ളത്. പക്ഷെ നമ്മൾ ആ നമ്മളുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടാണോ നമ്മൾ പറഞ്ഞത്, ഭാര്യയെ പറ്റിയിട്ടാണോ നമ്മൾ പറഞ്ഞത്, ആ പറഞ്ഞതൊക്കെ ആ കേട്ടവരുടെ മനസ്സിലുണ്ടാവും. അപ്പം അത് വെച്ചിട്ട് അയാൾ അനലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളോട് പിന്നീട് നമ്മൾ എത്ര ചിരിച്ചിടന്നാലും പറയും, ഓ വലിയ കാര്യം കാണിക്കുന്നു, എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ കെട്ടിയവനെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ സഹിക്കോ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ ആരെങ്കിലും പറഞ്ഞാൽ സഹിക്കോ. അതുകൊണ്ടിട്ട് മാക്സിമം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നത് സോൾവ് ചെയ്യുക. ഇല്ല എന്നിട്ട് ഒത്തു പോകുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് നിനക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം, അത് നിൻ്റെ എന്താ പറയുക, നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റീനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. എത്ര നമ്മളൊരു എഫോർട്ട് എടുത്തിട്ടും ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേർ എഫോർട്ട് എടുക്കാണ്ട് വൺ സൈഡ് മാത്രം എഫോർട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആലോചിക്കുക എന്നതേ ഉള്ളൂ. ഇല്ലാതെ ചെറിയ വലിയ കാര്യങ്ങളൊക്കെയാണ് എന്നെ അയാൾ മനസ്സിലാക്കുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നില്ല, അതൊക്കെ ഇല്ലെന്നേ, അതൊക്കെ മനസ്സിലാവുന്നു. ഈ ആണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ കഴിയുമ്പോൾ അവർ നമ്മളതിലോട്ട് അങ്ങോട്ട് ആകും. പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പാവങ്ങളാണെന്നേ. അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങളുടെ ലൈഫ് കണ്ടിട്ട് മോൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നല്ല ഇടിയുണ്ട്, നല്ല തല്ലുണ്ട്, വഴക്കുണ്ട്, എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ഇടിയും തല്ലും പിടിച്ചോളൂ. എന്താ കാര്യം അറിഞ്ഞുകൂടാ. പണ്ടെങ്ങാനും നടക്കുന്ന കാര്യത്തിനൊക്കെയാണ് ഞാനാണെങ്കിൽ ഇതുപോലെ പണ്ട് ഹിസ്റ്ററി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് റാങ്ക് കിട്ടിയേനെ ഹിസ്റ്ററിക്ക്. അതൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. പുള്ളിക്കാരനെ അങ്ങനെ പറയത്തില്ല, പക്ഷേ പുള്ളിയുടെ ഭാഗത്തുനിന്ന് സാമിനെ സംബന്ധിച്ചിടത്തോളം വാശി കൂടുതലാണ്. നല്ല രീതിയിൽ വാശിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. വണ്ടി
വണ്ടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് താറായിരുന്നു ഇഷ്ടം. എനിക്ക് താറ് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് ബലീനോ ആയിരുന്നു ഇഷ്ടം. കാരണം ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് ആണ്, പിന്നെ കുറച്ച് നമുക്കും കൂടി അഫോർഡബിൾ ആണ് റേറ്റ് വെച്ചിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും. പക്ഷെ ആൾ താറ് മതി എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു വെച്ചത്. അപ്പോൾ എന്ത് പറ്റി, നമ്മൾ അതിലോട്ടായി, അല്ലാണ്ട് വേറെ രക്ഷയില്ല. പക്ഷെ അങ്ങനെ ആവാൻ പറ്റാത്തവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആവാൻ ഞാൻ എൻ്റെ ഒരു രീതി പറയുവാണ്. അപ്പം മോള് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ പറയുന്ന പോലെ ഒന്നും അല്ല നടക്കുന്നത്. അതേപോലെ തന്നെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ വാശി മീൻസ് പുള്ളി പറയും, ഞാൻ ഒരുപാട് കിടന്നിങ്ങനെ ബ്ലാ 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 എന്ന് പറയും. പക്ഷേ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് പുള്ളിയുടെ ഇഷ്ടത്തിനായിരിക്കാറുള്ളൂ ഇവിടെ. പക്ഷേ എൻ്റെ ഇഷ്ടത്തിനും വില കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം വണ്ടിയുടെ കാര്യം പുള്ളിയാണ് ഇവിടുത്തെ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ ക്രൈസോ കാര്യങ്ങളോ അങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിലപ്പോൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹം തീരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളി തീരുമാനിച്ചു. പക്ഷേ ഈ മറ്റു കാര്യങ്ങളൊക്കെ വീടിനകത്തെല്ലാം ചെയ്യണ കാര്യങ്ങളും വീടിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഇഷ്ടത്താലാണ് നടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്താൽ, എൻ്റെ ഇഷ്ടത്താലെന്ന് പറയാനും പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലായിടത്തും ഉണ്ട് ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം എന്നതേ ഉള്ളൂ. തേർഡ് പേഴ്സൺ ഇടയിലോട്ട് വരാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരസ്പരം തന്നെ പറഞ്ഞു തീർക്കുക. പിന്നെ മോളെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ഒരു ലൈഫ് കണ്ടിട്ട് അതേപോലെ ആവണമെന്ന് ഒരു കാരണവശാലും ചിന്തിക്കാതിരിക്കുക. നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ളതായിരിക്കത്തില്ല ഒരു 70% ആളുകളുടെയും റിയാലിറ്റി. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ പറയുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ല. ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് മോളോട് പറയാനുള്ളത്. പിന്നെ മോളുടെ പ്രായം എനിക്ക് തോന്നുന്നു വലിയ പ്രായമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കാം. കുട്ടികളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ തമ്മിൽ കുറച്ച് സംസാരിക്കുക. ഇതിനിടയിൽ ഒരു ബോർഡർ വരാതിരിക്കുക, എൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞത്. ഇതിനപ്പുറത്ത് എനിക്ക് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം മോളെ ഇതാണ് കേട്ടോ ചേച്ചിയുടെ റിപ്ലൈ. ഓക്കെ, അപ്പം ടേക്ക് കെയർ. ഓക്കെ, ബൈ. പിന്നെന്താ അടുത്തപ്പം നമുക്ക് തമ്മിൽ ഇനി പറഞ്ഞ കാര്യം മുന്നോട്ട് പോയാലോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഏറ്റവും തലവേദന പിടിച്ച പണി ബുക്സ് കവറിങ്. കുറച്ച് ബുക്സ് കവർ ചെയ്ത് കുറച്ചേം ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാനപ്പോൾ എടുത്ത ബുക്സ് കവർ ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഈ കവർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ എൻ്റെ അപ്പൂപ്പനെയാണെന്നേ. പണ്ട് ഇതെല്ലാം ചെയ്തതെന്ന് എൻ്റെ അപ്പൂപ്പനാണ്. എനിക്ക് എത്ര ഭംഗിയിൽ കവർ ചെയ്യുമായിരുന്നറിയോ. ഇപ്പം ഞാൻ തന്നെ ചെയ്യുവാട്ടോ എല്ലാവരും. സെറക്കുട്ടിയുടെയൊക്കെ ഇവക്കുട്ടിയുടെ അവളുടെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നേരത്തെ തുടങ്ങിയല്ലോ. ഞാൻ ഇപ്പോൾ സെറക്കുട്ടിയുടെ മാത്രമാണ് ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ. പണ്ട് ഞാൻ ക്ലാസ് തുറക്കുന്ന സമയമാകുമ്പം ഇതുപോലെ സ്കൂളിൽ നിന്നൊന്നും കിട്ടത്തില്ല നോട്ട്ബുക്കൊന്നും. ടെക്സ്റ്റ് ബുക്ക് കിട്ടും, നോട്ട്ബുക്ക് കിട്ടത്തില്ല. അപ്പോൾ അപ്പച്ച മറ്റേ ഇവിടെ ഇല്ലേ സപ്ലൈക്കോയിൽ ഇതൊരു വിലക്കുറവുണ്ടാവുമല്ലോ. ഒരു എനിക്ക് തോന്നുന്നു ഒരു 4 പിള്ളേർക്ക്, തള്ളല്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, 4 പിള്ളേർക്ക് പഠിക്കാനുള്ള അത്രയും ബുക്സ് വാങ്ങിച്ചിട്ട് വരും. എങ്കിൽ ഞാൻ പഠിക്കാൻ ബ്രില്യൻ്റാണ്, പെട്ടെന്ന് മടിച്ചാന്നേ. എന്നാലും ഇത്രയും ബുക്സ് എനിക്ക് വാങ്ങിച്ചിട്ട് വരും. എന്നിട്ട് ഞാൻ കസിൻസിനൊക്കെ എടുത്തൊക്കെ കൊടുക്കും കേട്ടോ, കുറേ നോട്ട്ബുക്സും കാര്യങ്ങളൊക്കെ. നോട്ട്ബുക്സ് കൊടുക്കാനൊന്നും മടിയൊന്നുമില്ല കേട്ടോ. അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കത്തില്ല. പഠിക്കുന്ന കാര്യം എടുത്ത് കൊടുക്കും. പിന്നെ നമുക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയായതുകൊണ്ടിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി. ഇപ്പോൾ സ്കൂളിൽ നിന്നല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ കവറിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ബൈ, സീ യു, ടേക്ക് കെയർ.